ഹായ് വ്യൂവേഴ്സ്, എല്ലാവർക്കും ലൈക്കാസ് റെസിപ്പിയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. എന്തൊക്കെയാണ് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ എൻ്റെ റെസിപ്പി ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ്. വെറും 5 മിനിറ്റിനുള്ളിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു ഈസി ബ്രേക്ക്ഫാസ്റ്റ്. എന്നും ദോശയും അപ്പവും പുട്ടും കഴിച്ചു മടുത്തെങ്കിൽ ഇതൊന്ന് പരീക്ഷിച്ച് നോക്കൂ. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഞാനിവിടെ 2 കപ്പ് മൈദ ഒരു ബൗളിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് 3 കോഴിമുട്ടയാണ് ചേർക്കേണ്ടത്. ഇനി ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് ഒരല്പം മല്ലിയില ചേർക്കാം. ഒരു 1/4 കപ്പോളം മല്ലിയില ഞാനിവിടെ ചേർത്തിട്ടുണ്ട്. ഒരു ടേബിൾ സ്പൂൺ നിറച്ച് ചില്ലി ഫ്ലേക്സും. ഇനി ഇതൊന്ന് മിക്സ് ചെയ്യാം. ഇതിലേക്ക് കുറേശ്ശെ വെള്ളം ചേർത്ത് നമുക്കൊരു ബാറ്റർ ഉണ്ടാക്കിയെടുക്കാം. ഇതിൽ ചില്ലി ഫ്ലേക്സും മുട്ടയും എല്ലാം ചേരുന്നത് വളരെ ടേസ്റ്റിയാണ്. കറികളൊന്നും കൂടാതെ തന്നെ വേണമെങ്കിൽ നമുക്കിത് കഴിക്കാവുന്നതാണ്. നിങ്ങൾക്ക് മൈദാമാവ് താല്പര്യമില്ല എങ്കിൽ ആട്ടയിലോ ഗോതമ്പ് പൊടിയിലോ ഇത് ചെയ്തെടുക്കാവുന്നതാണ്. മുതിർന്നവർക്കും കുട്ടികൾക്കും എല്ലാം ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണിത്. തീർച്ചയായും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. ഇപ്പം ഞാനിതിവിടെ നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരല്പം കൂടെ വെള്ളം ചേർത്ത് നമുക്കിതൊന്ന് ലൂസാക്കി എടുക്കണം. നമുക്ക് പാനിലൊഴിച്ച് പാൻ വെച്ചാണ് ചുറ്റിച്ചെടുക്കേണ്ടത്. ഇപ്പോൾ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു പാൻ ചൂടാക്കിയെടുക്കാം. പാനിലേക്ക് ഓരോ തവയ മാവ് ഒഴിച്ച് കൊടുക്കാം. ഇനി ഇതൊന്ന് ചുറ്റിച്ച് പരത്തിയെടുക്കണം. ഒരു വശം പാകമാകുമ്പോൾ നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ ഇത് തിരിച്ചും മറിച്ചിട്ട് നമുക്കൊന്ന് നന്നായിട്ട് മൊരിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ ഈസി ബ്രേക്ക്ഫാസ്റ്റായ ക്രേപ്പ് പറാത്ത ഇവിടെ റെഡി ആയിരിക്കുകയാണ്. നമുക്കിതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. ബാക്കിയുള്ള മാവ് കൂടെ ഇതുപോലെ നമുക്ക് ഉണ്ടാക്കിയെടുക്കണം. വെറും 5 മിനിറ്റിൽ ഉണ്ടാക്കിയെടുക്കാവുന്ന ഈ ഈസി ബ്രേക്ക്ഫാസ്റ്റ് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഫീഡ്ബാക്ക് എന്നെ അറിയിക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.